ഹായ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവക്കുട്ടൻ്റെ പറശ്ശിനിലെ ചോറൂണും ആ യാത്രയും കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നേരെ പറശ്ശിനിലേക്ക് പോകുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മൂസിനൊറ്റ നിർബന്ധം, അമ്മയും ചേച്ചിയും മേമയും മാമന്മാരും ഒക്കെ ചോറുണ്ടത് പറശ്ശിനിന്നാണ്. അപ്പോൾ ഇവക്കുട്ടനും പറശ്ശിനി തന്നെ ചോറ് കൊടുക്കണമെന്ന്. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം പോലെ ആദ്യം ഗുരുവായൂരിലെ ചോറൂണൊക്കെ നമ്മൾ നാട്ടിലെത്തിയപ്പോൾ ആദ്യം തന്നെ ഗുരുവായൂർ പോയി ചോറൂണൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പറശ്ശിനിലേക്ക് പോയി. മുത്തപ്പനെ കണ്ട് തൊഴുത് നമ്മൾ അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ചു. അറിയാലോ, മുത്തപ്പൻ്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ ഈ പയറും തേങ്ങയും പിന്നെ അതിൽ ചെറിയ ഉണക്കമീൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും. എത്ര ആൾക്കാർ, ഇനി ആയിരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രസാദവും ചായയും മുത്തപ്പന് രാവിലെ തന്നെ പ്രസാദമായി നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഉച്ചയ്ക്ക് അവിടെ ചോറൊക്കെ ഉണ്ട്. എത്ര ആൾക്കാർ വന്നാലും അവിടെ അടുത്തുള്ള സ്കൂളിലെ കുട്ടികൾക്ക് പോലും അവിടെ നിന്ന് ചോറ് കൊടുക്കും. പിന്നെ അവിടെ മുത്തപ്പന് പ്രധാനപ്പെട്ട നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവക്കുട്ടൻ കണ്ടു. ഇവക്കുട്ടന് ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാ ഇവക്കുട്ടൻ്റെ ചോറൂണും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ അവിടെ ഓരോരുത്തരായി ചോറ് കൊടുക്കാൻ തുടങ്ങി. അപ്പം ഇതിനകത്ത് വെച്ച് അച്ഛനും 2-3 പേർക്ക് മാത്രമേ കയറാൻ പറ്റൂ. പിന്നെ നമ്മൾ പുറത്തിരുത്തിയാണ് ഓരോരുത്തരും ഇവക്കുട്ടന് ചോറ് കൊടുക്കുന്നുള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ചോറൂണൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി ചന്തയിലൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ ലക്ഷ്യം അപ്പുറത്തെ അക്കരെയുള്ള കള്ളിഷാപ്പാണ്. അപ്പോൾ കള്ളിഷാപ്പിലെ ഫുഡ് പറയാതിരിക്കാൻ വയ്യാട്ടോ. എന്ന് നമ്മൾ നാട്ടിൽ പോയി പറശ്ശിനി പോയാലും നമ്മൾ ആ കള്ളിഷാപ്പിൽ പോയി ഫുഡൊക്കെ കഴിക്കും. അവിടെ ഒരുപാട് ഫാമിലീസൊക്കെ വന്ന് അവർക്കൊക്കെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ പോകാനും വലിയ ബുദ്ധിമുട്ടില്ല. ഒരുപാട് ഫാമിലീസ് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ അക്കരയ്ക്ക് വിട്ടു. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആ മഴയത്താണ് ഞങ്ങൾ ഈ പോകുന്നത്. അപ്പം നമ്മൾ നേരെ അക്കരെയുള്ള കള്ളുഷാപ്പിലേക്കാണ് പിന്നീട് പോയത്. കണ്ടില്ലേ, ഇവക്കുട്ടിനെയും കൊണ്ട് അച്ഛൻ ആദ്യം നടക്കുന്നുണ്ട്. കള്ളിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാത്ത ഒരാളാട്ടെ ഈ പോകുന്നത്. എത്ര നിർബന്ധിച്ചാലും അതിൻ്റെ ടേസ്റ്റ് മാത്രം ആൾക്ക് നോക്കാൻ വലിയ മടിയാണ്. പക്ഷേ കള്ളുഷാപ്പിന് മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, കള്ളെന്താണെന്ന് അറിഞ്ഞില്ലേ, കള്ളുഷാപ്പിലെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വിശേഷം, അപ്പോൾ കള്ളുഷാപ്പിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.